ആരംഭിക്കാട്ടാ. ഞാനാണ് തക്കുടുവാവ. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കാത്തു നിൽക്കുകയാണ്. ഞാനും എന്നെ പോലുള്ള കുറെ തക്കുടുവാവകളുടെയും കഥയാണിത്. വാ, എന്റെ ഒപ്പം വാ. അതാ എന്റെ നാട്. എന്റെ വീട്, എന്റെ വീട്ടിലുള്ളവർ. ഇവരുടെ സന്തോഷത്തിനിടയിലേക്ക് ഒരു ഉണ്ണി പിറന്നാലോ? ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ, ഉണ്ണി വാവാവോ, പൊന്നുണ്ണി വാവാവോ. താഴത്തും വെക്കാതെ തറയിലും വെക്കാതെ ഉണ്ണി വലുതായി, വലിയ കുട്ടിയായി. പഠിച്ച് ജോലി കിട്ടിയപ്പോൾ ഒരു നല്ല ചെക്കനെ കല്യാണം കഴിക്കുകയാണ്. ഇനി എൻഗേജ്മെന്റ്, സേവ് ദ ഡേറ്റ്, ഹൽദി, മെഹന്തി, ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, ഇനി കല്യാണം. ഹണിമൂണിന് പോണ്ടേ? എങ്ങനെയാണ് മോനെ? ഒരു മാസ്റ്റർ പീസ് ചോദ്യമുണ്ട്. വിശേഷമൊന്നായില്ലേ? വിശേഷം ഉണ്ടല്ലോ. ആരാ വരുന്നതെന്ന് നോക്കിക്കേ. ആരാ 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 ഇത്? സ്റ്റൈലിഷ്, എലഗന്റ്, ഗുഡ് ലുക്കിംഗ്. അതിലെ ആ കടക്കലൊന്ന് നോക്കി. കിഡ്സ്, ജെൻ സി, റോബോ കിഡ്സ്, AI കിഡ്സ്. ഇവർക്കിടയിലേക്കാണ് ഞാൻ വരുന്നത്. ടെക്നോളജി എത്ര വലുതായാലും ശാസ്ത്രം അതിനൊപ്പം വലുതാവുകയായിരുന്നു. ഞാൻ ഇപ്പോൾ എവിടെയാണ്, എങ്ങനെ അവിടെ എത്തിയെന്ന് നിങ്ങൾക്കറിയണോ? എന്റെ അച്ഛനമ്മമാരുടെ സ്നേഹത്തിൽ നിന്നും സന്തോഷത്തിൽ നിന്നുമാണ് ഞാൻ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ പിന്നെ തവിട് കൊടുത്താണോ വാങ്ങിയത് എന്ന് ചോദിക്കരുത്. വാ, എൻ്റെ കൂടെ വാ. എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ രണ്ട് വശങ്ങളിലായി കാണുന്ന ആ വെളുത്ത ഗോളങ്ങളില്ലേ, അതാണ് അണ്ഡാശയം. എന്നിലെ ജീവന്റെ പാതി അവിടെ നിന്ന് പുറത്തു വരുന്ന അണ്ഡത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കൈവിരലുകൾ പോലുള്ള ഭാഗമാണ് അണ്ഡത്തിനെ ഫലോപ്പിയൻ ട്യൂബിൽ എത്തിക്കുക. ഇനി കാത്തിരിപ്പാണ് അച്ഛന്റെ പാതിക്ക് വേണ്ടി. കോടിക്കണക്കിന് ബീജങ്ങൾ ഒരു അണ്ഡത്തിനുള്ളിൽ കയറിപ്പറ്റാൻ ശ്രമിക്കും. പക്ഷെ ഒന്നിന് മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. അച്ഛന്റെയും അമ്മയുടെയും ക്രോമസോമുകൾ പകുതി വീതം തന്ന് എന്നെ ഞാനെന്ന് ഭ്രൂണമാക്കി മാറ്റുന്നു. എന്റെ ഈ സ്കിൻ, എന്റെ ഈ പാതി, ഞാൻ ആണാവണോ
പെണ്ണാവണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്പോഴാണ്. ഉച്ചഭ്രൂണത്തിലെ കോശങ്ങൾ 2ആയും 4ആയും 8ആയും 16ആയും 32ആയും ഭാഗിക്കപ്പെടുന്നു. ഈ സമയത്ത് എനിക്ക് പേനയുടെ അറ്റമില്ലേ, അത്രയും വലിപ്പമേ ഉള്ളൂ. നിങ്ങൾ ഞെട്ടിയില്ലേ? ഇനി ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ, എനിക്ക് വലുതാവണ്ടേ. എന്റെ വളർച്ചയുടെ ആദ്യത്തെ 3 മാസം അമ്മ ഫോളിക് ആസിഡ് ഗുളികകൾ കഴിക്കും. അതെന്റെ തലച്ചോറിന്റെയും നട്ടലിന്റെയും ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമാണ്. പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങളിൽ അയൺ കാൽഷ്യം ഗുളികകൾ കഴിക്കണം. അമ്മയ്ക്ക് പല തവണകളിലായി 2 ടെറ്റനസ് കുത്തിവയ്പ്പുകൾ എടുക്കണം. ഇതൊക്കെ അമ്മയുടെ സുരക്ഷയ്ക്കും എനിക്ക് ഒരു ആപത്തും കൂടാതെ ആരോഗ്യത്തോടെ ഭൂമിയിൽ പിറന്നു വീഴാനുള്ള മുൻകരുതലുകളാണ്. ഇതിനിടയിൽ ഞാൻ വളർന്നുകൊണ്ടേയിരുന്നു. എനിക്ക് മിടിക്കുന്ന ഹൃദയമുണ്ടായി. കുഞ്ഞു വിരലുകൾ, കൺപോളകൾ, കുഞ്ഞു നഖങ്ങൾ പോലും ലഭിച്ചു. ഇതിനിടയിൽ അമ്മയ്ക്ക് പ്രഷർ, ഷുഗർ, ബ്ലീഡിംഗ്, രക്തക്കുറവ്, അബോർഷൻ, ട്യൂബിൽ ഗർഭം ധരിക്കൽ, ഗർഭപാത്രത്തിനുള്ളിലെ വെള്ളം കുറയുകയോ കൂടുകയോ ചെയ്യുക എന്നിവയൊക്കെ ഉണ്ടാവാം. അതുപോലെ പ്രസവ സമയത്ത് എന്റെ കഴുത്തിൽ പൊക്കിൾക്കൊടി ചുറ്റുകയോ മറുപിള്ള മുഴുവനുമായും ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരാതിരിക്കുകയോ ഗർഭപാത്രം പൊട്ടുകയോ എന്റെ തലയ്ക്ക് പകരം കയ്യോ കാലോ പുറത്തു വരികയോ ചെയ്യുകയാണെങ്കിൽ എനിക്കും ആപത്തുണ്ടാകാം. എനിക്ക് നേരെ ഇരിക്കാൻ പാടില്ല, ഞാൻ തലകുത്തിയേ ഇരിക്കാൻ പാടുള്ളൂ. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ഥലമില്ലാതെ വന്നു. പിന്നെ ഒരു ദിവസം എല്ലാം മാറി. അമ്മയുടെ വയറ് മുഴുവൻ ഇടുങ്ങിയതും ഞെരുക്കമുള്ളതുമായി തോന്നി. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ താഴേക്ക് നീങ്ങുന്നതായി എനിക്ക് തോന്നി. രണ്ടുപേർക്കും അത് കഠിനാധ്വാനമായിരുന്നു. പക്ഷേ ഒടുവിൽ ഒരുപാട് സമ്മർദ്ദത്തിനും സ്നേഹത്തിനും ശേഷം ഞാൻ നിങ്ങളുടെ തക്കുടു ഈ ലോകത്തിലേക്ക് വന്നു. ആദ്യം തണുപ്പും തിളക്കവുമായിരുന്നു. ഞാൻ എത്തിയെന്ന് എല്ലാവരെയും അറിയിക്കാൻ ഞാൻ കരഞ്ഞു. എന്നെ ചൂടോടെ പൊതിഞ്ഞ അമ്മയുടെ നെഞ്ചിൽ കിടത്തി. ആ ഹൃദയമിടിപ്പ് ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഈ ലോകത്തെ എൻ്റെ ആദ്യ ആശ്രയം. സിസ്റ്റർ എനിക്ക് ഇഞ്ചക്ഷൻ വെച്ച് തന്നു. എൻ്റെ ശരീരത്തിന് രക്തം കട്ടപ്പിടിക്കാതിരിക്കാനാണത്രേ. BCG, ഹെപ്പറ്റൈറ്റിസ് B ഇഞ്ചക്ഷനും പോളിയോ തുള്ളിമരുന്നും ഉണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞു. ഇനി എനിക്ക് 1.5 മാസം, 2.5 മാസം, 3.5 മാസം, 9 മാസം, 1.5 വയസ്സ്, 5 വയസ്സ്, 10 വയസ്സ് ഈ സമയങ്ങളിലാണ് കുത്തിവെപ്പ് എടുക്കേണ്ടത്. അപ്പോഴാണ് വല്യമാമന്റെ ചോദ്യം, ഇതൊക്കെയും ഈ കുട്ടിക്ക് കൊടുക്കാനുള്ളതാണോ? എല്ലാം കൂടി ഒന്നിച്ചു കൊടുക്കാനുള്ളതല്ല എന്ന് സിസ്റ്റർ പറഞ്ഞത് കേട്ട് ഡോക്ടർ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുഞ്ഞു വാവകൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് ന്യൂമോണിയ, ഡിഫ്തീരിയ, വില്ലൻ ചുമ, മണൽ, TB, പോളിയോ എന്നീ രോഗങ്ങൾ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്.
രോഗങ്ങൾ പിടിപെട്ടാൽ മരണം അല്ലെങ്കിൽ വൈകല്യങ്ങൾ ഉണ്ടാകുമെന്നാ പറയുന്നേ. ആശുപത്രിയിൽ പ്രസവിക്കുകയും അവിടെ നിന്ന് രോഗപ്രതിരോധ കുത്തിവയ്പ് എടുക്കുകയും ചെയ്യുന്നതിലൂടെ മാതൃമരണം നിരക്കും ശിശു മരണ നിരക്കും കുറഞ്ഞതായി ഡോക്ടർ പറഞ്ഞു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ശിശു മരണ നിരക്ക് എന്നുവെച്ചാൽ 1000 പ്രസവങ്ങൾ നടന്നാലുള്ള കുഞ്ഞിന്റെ മരണം 146 ആയിരുന്നു. ഇപ്പോൾ കേരളത്തിൽ അത് വെറും 6 ആണ്. അതുപോലെ മാതൃമരണ നിരക്ക് 1500, 2000 ആയിരുന്നത് ഇപ്പോൾ വെറും 19 ആണ്. കേട്ടുനിന്നവരെല്ലാം അന്തം വിട്ടു. എന്റെ 2 കുട്ടികൾക്കും 1 or 2 കുത്തിവയ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ടും ഒരു അസുഖവും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അവരെ വേദനിച്ച് കരയുള്ളൂ, അതുകൊണ്ടാണ് എടുക്കാത്തത് എന്ന് വല്യമ്മാമ ഡോക്ടറോട് പറഞ്ഞു. അതിന് ഡോക്ടർ ഒരു കഥ പറഞ്ഞു തന്നു. ഞാൻ കഥയൊക്കെ കേട്ട് എൻ്റെ അമ്മൂമ്മയുടെ കയ്യിൽ മൂടി പൊതിച്ച് കിടന്നു. ആ കഥ ഞാൻ പറഞ്ഞു തരാവേ. 100ഓളം വീടുകളുള്ള ഒരു ഹൗസിംഗ് കോളനി. അവിടെ കുറേ നാളായി കള്ളന്മാരുടെ ശല്യം. സഹിക്ക വയ്യാതായപ്പോൾ കോളനി ഭാരവാഹികൾ മീറ്റിംഗ് കൂടി പരിഹാരം ആലോചിച്ചു. അവസാനം സെക്യൂരിറ്റി വെക്കാൻ തീരുമാനിച്ചു. പക്ഷേ സെക്യൂരിറ്റിക്ക് അധികം കാശ് കൊടുക്കാൻ ആരും തയ്യാറായില്ല. അതുകൊണ്ട് ആകെ 5 വീട്ടുകാരെ സെക്യൂരിറ്റി വെച്ചുള്ളൂ. അന്ന് രാത്രിയും കള്ളൻ കയറി. 5 സെക്യൂരിറ്റികളെ കൊണ്ട് എല്ലാ വീടുകളും സംരക്ഷിക്കാൻ സാധിച്ചില്ല. വീണ്ടും അവർ മീറ്റിംഗ് കൂടി. കുറെ വീട്ടുകാർ സെക്യൂരിറ്റിയെ വെക്കാമെന്ന് ഇട്ടു. ഇത് കണ്ടോ? പച്ച നിറമുള്ള വീടുകളിലെല്ലാം സെക്യൂരിറ്റി ഉണ്ട്. ഇനി അഥവാ സെക്യൂരിറ്റി ഇല്ലാത്ത ചുവന്ന വീടുകളിൽ കയറാൻ ശ്രമിച്ചാലും പച്ച നിറമുള്ള വീട്ടിലെ സെക്യൂരിറ്റിയെ മറികടന്ന് അവർക്ക് മോഷണം നടത്താൻ പറ്റില്ല. അതുപോലെ 100 കുട്ടികളിൽ 75 കുട്ടികൾ വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന് കരുതുക. വാക്സിൻ എടുത്ത കുട്ടികളുടെ പ്രതിരോധ ശേഷി മൂലം വാക്സിൻ എടുക്കാത്ത കുട്ടികൾക്ക് ഗുണം ചെയ്യും. ഇതിനെ ആരോഗ്യ പ്രവർത്തകർ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വല്യമാമയുടെ കുട്ടികൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവാഞ്ഞത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആയിരിക്കുമല്ലേ? ആ, നമുക്ക് കഥ കേട്ടാൽ പോരെ? നല്ല ബുദ്ധിയും വിദ്യാഭ്യാസവും വിവേകവുമുള്ള എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് രോഗങ്ങൾ വരാതിരിക്കാനുള്ള വാക്സിനുകൾ എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അവരുടെ കുടുംബാവയല്ലേ. ആ, ഒരു കാര്യം കൂടി പറയട്ടെ. എൻ്റെ അമ്മ ഗർഭിണിയായിരുന്നപ്പോൾ ഡോക്ടറെ കാണാൻ ആശുപത്രിയിൽ പോയി. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളുടെ കാര്യമാ. അടുത്തടുത്ത് 2 ജില്ലകളിൽ നിന്ന് വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിലൂടെ ഒന്നിച്ച 2 പേർ. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. അതിലെ 2 കുട്ടികൾക്കും കുത്തിവയ്പ്പുകൾ കൃത്യമായി വെച്ചിട്ടുണ്ടത്രേ. പക്ഷെ നടുവിലത്തെ കുട്ടിക്ക് കുത്തിവയ്പ്പ് വയ്ക്കാൻ വൈകിപ്പോയി. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും പുരോഗമനം ഉണ്ടാകുന്നതിന് മുമ്പ് വാക്സിൻ ലഭ്യമല്ലാത്തത് കൊണ്ടും വാക്സിൻ സൂക്ഷിക്കുന്ന INR പോലുള്ള മെഷീൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാഞ്ഞത് കൊണ്ട് ആ കുഞ്ഞിനെ മരുന്നുകൾ കൃത്യസമയത്ത് ലഭിച്ചില്ല. 1 വയസ്സ് കഴിഞ്ഞ് 1 മാസം തികഞ്ഞ അന്ന് ആ കുഞ്ഞിന് പോളിയോ ബാധയുണ്ടെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ആ കുഞ്ഞാണ് നിങ്ങളുടെ സ്ഥാപനത്തിലെ ഡോക്ടർ.